ബുക്ക് ഇൻസൈറ്റ് പോസിബിലിറ്റീസിൻ്റെ അഡ്വേഴ്സിറ്റീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഈ ബുക്കിൻ്റെ 4 ചാപ്റ്ററുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ബുക്കിൻ്റെ 5ാമത്തെ ചാപ്റ്ററായ ബീയിങ് റെസ്പോൺസിബിൾ മേക്കിംഗ് എ ഡിഫറൻസ്. നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുമാണ് ഈ ചാപ്റ്റർ പ്രധാനമായിട്ടും പറയുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സമ്പന്നത കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. മന്ത്രതന്ത്രങ്ങളൊന്നും ഇതിന് ഫലിക്കില്ല. അവിടെ നിങ്ങൾ പറയുന്ന എക്സ്റ്റേണൽ സാധാരണഗതിയിൽ ഇന്ന് സോഷ്യൽ മീഡിയ പറയുന്ന തന്ത്രങ്ങളും ടെക്നിക്കുകളും ഒന്നും വർക്കൗട്ട് ആവത്തില്ല, പ്രൊവൈഡഡ് നിങ്ങൾ ഇത് ചെയ്യാതെ. ഇത് ചെയ്താൽ ചിലപ്പോൾ മറ്റൊക്കെ വർക്കൗട്ട് ആവും. അതിന് ഒറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അതിന് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള റിസൾട്ടുകൾക്ക് എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന നല്ലതും ചീത്തയുമായ എല്ലാ റിസൾട്ടുകളും എങ്ങനെ വന്നു? നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത തീരുമാനങ്ങളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും നമ്മൾ കൊടുത്ത പെർമിഷൻസിൻ്റെയും റിസൾട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഇന്ന് നടക്കുന്ന സിറ്റുവേഷനെക്കുറിച്ചോ അല്ല ഇന്നത്തെ റിസൾട്ടിനെ പരാതി പറയുമ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ എന്താണ് പാസ്റ്റിൽ ചെയ്തത്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം ജനറേറ്റ് ചെയ്യുന്നത് ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. ലൈഫ് മാറുമെന്നുള്ളതിൽ ഒരു ഡൗട്ടുമില്ല. അതായത് ലൈഫ് തീർച്ചയായിട്ടും മാറിയിരിക്കും. കാരണം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു കാലത്ത് പരാതി പറയുകയും ഒരു കാലത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് എൻ്റെ ജീവിതത്തിന് കാരണം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ മെൻറ്റർ എനിക്ക് ഈ ഒരു ഉപദേശം പറഞ്ഞു തന്ന ആ ദിവസം മുതൽ എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് സക്സസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്. ജാക്ക് കാനിഫീൽഡ് എഴുതിയ ബുക്കാണ്. സമയം കിട്ടുമ്പോൾ ഇത് വായിക്കണം. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു ബുക്കാണ്. ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്, E+R = O എന്ന് പറയും. ഇവൻറ്റ് പ്ലസ് റെസ്പോൺസ് = ഔട്ട്കം. നമ്മളുടെ ജീവിതത്തിൽ ഇവൻറ്റ്സുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതായത് മരണം, ജനനം, നാച്ചുറൽ കലാമിറ്റി, വാർസ്, പിന്നെ അങ്ങനെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഇവൻറ്റ്സിൻ്റെ പുറത്ത് നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. മറിച്ച് E+R, നിങ്ങൾ ആ ഈവൻറ്റിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ ഔട്ട്കം. ജീവിതത്തിൽ നിങ്ങൾക്ക് ഔട്ട്കം മാറ്റണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ പ്രോസ്പെരിറ്റി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ കൂടുതൽ റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ, സ്പിരിച്വലി എൻറിച്ച്ഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ചേഞ്ച് യുവർ റെസ്പോൺസ് ടു എ സിറ്റുവേഷൻ. അതാണ് പ്രധാനമായി ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. അപ്പം E+R = O നമുക്കെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മെൻറ്ററെ അഡോപ്റ്റ് ചെയ്തപ്പോഴേ ഈ മെൻറ്റർ യഥാർത്ഥത്തിൽ എനിക്ക് തന്ന ആദ്യത്തെ ഉപദേശം, വൈൽ യു ആർ കംപ്ലൈനിങ് അബൌട്ട് മീ ബീയിങ് അവേ ഫ്രം യു, ആസ്ക് യുവർ സെൽഫ് വാട്ട് യു ഡിഡ് ടു കീപ് മീ വിത്ത് യു. ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്ന് നിങ്ങൾ പരാതി പറയുമ്പോൾ സ്വയം ചോദിച്ചു നോക്കുക, എന്നെ ചേർത്ത് നിർത്താൻ നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. ഈ ഒരു സെൻറ്റൻസാണ് എൻ്റെ ജീവിതം മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇന്ന് ഞാൻ പറഞ്ഞു 10ൽ 8 ഡിവോഴ്സ് നടക്കാൻ പോകുന്ന കേസുകളിലൊക്കെ ഈ മാരേജ് കൗൺസിലിങ്ങുകളിലൊക്കെ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരേ ചോദ്യമേ ഉള്ളൂ, നിങ്ങളുടെ പാർട്ണറെ ചേർത്ത് നിർത്താൻ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്. അവരുടെ പുറത്ത് കുറ്റമിടാൻ വളരെ എളുപ്പമാണ്, ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും കേട്ടോ. അതുപോലെ നിങ്ങളുടെ പേരൻസ് നല്ല റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുമായിട്ട്, നിങ്ങൾ ചോദിച്ചു നോക്കുക, പേരൻസിനെ നല്ല റിലേഷൻഷിപ്പിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നല്ല റിലേഷൻഷിപ്പിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു. ആ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങുന്ന ദിവസം നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങും. അതിന് ശനി വക്രത്തിലായാലും ഇനി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ ഇതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തുടങ്ങുന്ന ദിവസം നിങ്ങൾ ബ്ലെയിമിങ്ങും കംപ്ലൈനിങ്ങും അവോയ്ഡ് ചെയ്യും. ഈ ബ്ലെയിമിങ്ങും കംപ്ലൈനിങ്ങും ആളുകൾ എന്തുകൊണ്ട് ചെയ്യുന്നു? കാരണം അത് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട, അതിനുവേണ്ടി എഫേർട്ടൊന്നും ആവശ്യമില്ല, പെയിൻ എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വളരെ ഈസിയാണ് മറ്റുള്ളവരുടെ പുറത്ത് ബ്ലെയിം ഇടുക. പക്ഷേ അതൊന്നും നമ്മുടെ ലൈഫിനെ മാറ്റാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകം നമുക്ക് ഈ പുസ്തകത്തിലൂടെ ഞാൻ പറയുന്നത്. അത് സത്യമാണ്, എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് ഒരു ശീലമാക്കുക.
ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ് അവോയ്ഡ് ചെയ്യുക. ഈ ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്ലെയിമേഴ്സ് ആൻഡ് കംപ്ലൈനേഴ്സ് എപ്പോഴും ബ്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ കംപ്ലൈനേഴ്സ് എപ്പോഴും കംപ്ലൈൻ ചെയ്യുന്നത് അവർക്ക് സൊല്യൂഷൻ കിട്ടാത്തൊരു സോഴ്സിലേക്കായിരിക്കും. ഒന്ന് മനസ്സിലായി? അതായത് ഈ പരാതി പറയുന്നവർ എപ്പോഴും പരാതി പറയുന്ന ആരോടാണെന്നറിയാമോ? അവർക്ക് പരിഹാരം കിട്ടുന്നവരോടല്ല, പരിഹാരം കിട്ടാത്തവരോടായിരിക്കും. ഉദാഹരണത്തിന്, ഒരാൾ ഓഫീസിൽ അത്ര കാര്യമായിട്ട് ജോലിയൊന്നും ചെയ്യുന്ന ആളായിരിക്കത്തില്ല. അയാൾ ഓഫീസിൽ ജോലിയൊക്കെ ടഫാണെന്നൊക്കെ വീട്ടിൽ വന്ന് വൈഫിനോട് കംപ്ലൈൻറ്റ് പറയും. ആരെക്കുറിച്ച്? ബോസിനെക്കുറിച്ച്. വൈഫിന് ബോസിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അയാൾ വൈഫിനോടൊക്കെ ഇങ്ങനെ വന്ന് ബോസിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയും. കുറച്ച് കഴിഞ്ഞ് വൈഫിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 7 മണിയാകുമ്പോഴത്തേന് ബാറിലേക്ക് പോകും. അപ്പം ബാറിലിരിക്കുന്ന ഫ്രണ്ട് ചോദിക്കും എന്താണ് ലേറ്റായെന്ന് ചോദിക്കുമ്പോൾ പറയും വൈഫ് വിട്ടില്ല. വൈഫിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ് ബാർമേറ്റിനോട് പറയും. ബാറിലിരുന്ന് 2 പെഗ്ഗായി 4 പെഗ്ഗായി 8 പെഗ്ഗായി കഴിഞ്ഞ് രണ്ടുപേരും തമ്മിൽ തെറ്റും. ഈ ബാർമേറ്റുമായിട്ട് തെറ്റും. അവിടെ കഴിഞ്ഞ് മുഖമൊക്കെ വീങ്ങി വഴക്കുണ്ടാക്കി വീട്ടിൽ വന്നിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോൾ കൊളീഗ് ചോദിക്കും എന്താ മുഖമൊക്കെ സോളനായിട്ടിരിക്കുന്നല്ലോ, എന്താ കാര്യം ചോദിക്കുമ്പോൾ പറയും ഇന്നലെ ബാറിൽ വെച്ചില്ല അവനെ കണ്ടു. അപ്പം അവൻ ഇങ്ങനെയാണ്. അവൻ്റെ കുറ്റം ഓഫീസ് മേറ്റിനോട് പറയും. അയാൾക്കത് ഈ ബാർമേറ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചൊരു 11 മണിയാകുമ്പോഴത്തേന് ബോസ് വരും. ബോസ് വന്നിട്ട് വിളിക്കും, ഇന്നലത്തെ ഫയൽ എന്ത് ചെയ്യും, പണി എവിടെ വരെ തീർന്നു എന്ന് ചോദിക്കുമ്പം ബോസിനോട് നേരത്തെ കാര്യം പറഞ്ഞ ആ ഓഫീസ് മേറ്റിൻ്റെ കുറ്റം പറയും. അപ്പോൾ ഈ ബ്ലെയിമേഴ്സ് ആൻഡ് കംപ്ലൈനേഴ്സ് യഥാർത്ഥം ചെയ്യുന്നത് എന്തുവാ? അവരിങ്ങനെ സൊല്യൂഷൻ കിട്ടാത്ത സോഴ്സിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞ്, ഒരാളെക്കുറിച്ച് പരാതി പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇങ്ങനെ സമയം കളയും. അപ്പോൾ ഈ ബുക്ക് പ്രത്യേകിച്ചും പറയുന്നത്, നിങ്ങൾ ഈ ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ് എന്ന് അവോയ്ഡ് ചെയ്യുന്നു അന്ന് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻലോസുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് അല്ലേ? ആസ്ക് യുവർ സെൽഫ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആ റിലേഷൻ പാച്ചപ്പ് ചെയ്യാൻ? അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, അത് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ജോബ് മോശമാണ്, നിങ്ങളുടെ ബോസ് മോശമാണ്, കമ്പനി മോശമാണ്, അത് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഒന്ന് ജോലി ചേഞ്ച് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ പുതിയ സ്കില്ല് നേടിയോ? ഈ ചോദ്യം ചോദിച്ചു തുടങ്ങുന്ന ദിവസം ആളുകളിലേക്ക് സമ്പന്നത വന്നു തുടങ്ങും. ഈ ചാപ്റ്റർ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. കാരണം ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഷോസ് 3 തിങ്സ്: ഇൻറ്റഗ്രിറ്റി, ക്ലാരിറ്റി ആൻഡ് ഗട്ട്സ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു ശീലം ശീലിക്കുന്ന ദിവസം മുതൽ നിങ്ങളിലേക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ ക്ലാരിറ്റി ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ ഗട്ട്സ് ഉണ്ടാവും, ധൈര്യം ഉണ്ടാവും. അപ്പോൾ ടേക്ക് റെസ്പോൺസിബിലിറ്റി. തുമ്മിയത്തിരിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെ, തുമ്മിയത്തിരിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെ, ഞാൻ ഈ ആക്ഷൻ എടുക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ദിവസം നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആയി തുടങ്ങും. അതാണ് ഈ ചാപ്റ്ററിലെ പ്രധാന വിഷയം. ടേക്ക് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരുപാട് പേരെ ഡെവലപ്പ് ചെയ്യും. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളൊരു റോൾ മോഡലായി മാറും. റോൾ മോഡലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മളെല്ലാവരും ഒരു റോൾ മോഡലിനെ ആവറേജ് 87% ആളുകളും 87% ആളുകളും, സാധാരണക്കാരായ 87% ആളുകളും അവർക്ക് ഫോളോ ചെയ്യാൻ ഒരു റോൾ മോഡലിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ രാഷ്ട്രീയക്കാരൊക്കെ പിടിച്ചു നിന്ന് പോകുന്നത്, മതാധ്യക്ഷന്മാർ പിടിച്ചു നിന്ന് പോകുന്നത്. കാരണം എന്താ? ഈ 87% വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കണമെങ്കിൽ എപ്പോഴും ഒരു റോൾ മോഡൽ വേണം. അവർ രാഷ്ട്രീയക്കാരെ റോൾ മോഡലാക്കും, മതാധ്യക്ഷന്മാരെ റോൾ മോഡലാക്കും, സെലിബ്രിറ്റീസിനെ റോൾ മോഡലാക്കും. ഇനി ആരെയും കിട്ടി അവർ പേരൻസിനെ റോൾ മോഡലാക്കും, അവരുടെ ബോസിനെ റോൾ മോഡലാക്കും, ആരെയെങ്കിലുമൊക്കെ റോൾ മോഡലാക്കും. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടിയുടെ ഒരു വൈഭവം തന്നെയാണത്. ഈ 87% ആളുകൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുത്തു തുടങ്ങുന്ന ദിവസം മുതൽ നിങ്ങളുടെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ റോൾ മോഡലായി മാറും. നിങ്ങൾ റോൾ മോഡലായി മാറുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ അറിയാതെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഇൻഫ്ലുവൻസ് ഈ സമൂഹത്തിനെ മാറ്റും. അപ്പം ഇന്ന് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഓൺട്രപ്രണർഷിപ്പ് വീണ്ടും ഞാൻ എംഫസൈസ് ചെയ്യുന്നു. നിങ്ങൾ റോൾ മോഡലായി കഴിഞ്ഞാൽ ഈ നാട് മാറും. നമ്മുടെ നാട് മാറണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെയുള്ള മാർഗം. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കുക. സിസ്റ്റത്തെ ചേഞ്ച് എവിടെ നിന്ന് വരും? നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ഓരോ വ്യക്തിയും ഇമ്പ്രൂവ് ആകുമ്പോഴാണ് സമൂഹം ഇമ്പ്രൂവ് ആവുന്നത്. അപ്പം ഓരോ വ്യക്തിയിലും ഉണ്ടാവേണ്ട മാറ്റം, ആ ട്രാൻസ്ഫോർമേഷൻ ഓരോ വ്യക്തിയിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടുന്ന് ആ വ്യക്തി നന്നാവുന്നു, കുടുംബം നന്നാവുന്നു, സമൂഹം നന്നാവുന്നു, അങ്ങനെ ഈ രാജ്യം നന്നാവുന്നു. ഈ രാജ്യം നന്നാവാൻ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നോളട്ടെ, ഏത് തത്വസംഹിതകൾ വന്നോളട്ടെ, അതെല്ലാം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മാത്രമാണ്. വ്യക്തി നന്നാവാതെ ഇതിൻ്റെ പുറത്തൊക്കെ എത്ര പെയിൻ്റ് അടിച്ചാലും ഒന്നും നന്നാവില്ല. അപ്പോൾ വ്യക്തി എവിടെ നന്നാവും? വ്യക്തി നന്നാവാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി.
ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഉത്തരവാദിത്വം മനോഭാവം. ജപ്പാൻകാരെ എനിക്ക് ജപ്പാൻകാരെ തീർച്ചയായിട്ടും ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യം അവരുടെ നാട്ടിൻ്റെ ക്ലീൻനെസ്സിനെ കുറിച്ച് അവർ എത്രമാത്രം റെസ്പോൺസിബിളാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്കാരൻ കാലെടുത്ത് ട്രെയിനിൻ്റെ മറ്റേ സീറ്റിലേക്ക് കാലെടുത്ത് വെച്ച് യാത്ര ചെയ്യുന്ന ആളെ കണ്ട് ജപ്പാൻകാരൻ അയാളുടെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് നാഷണൽ പ്രോപ്പർട്ടിയാണ്.